റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ബൈഡൻ പ്രസിഡന്റായിരുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് സഹായങ്ങൾ വാരിക്കോരിയാണ് എത്തിയിരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സെലൻസ്കി റഷ്യക്കെതിരെ തുറന്ന യുദ്ധത്തിനു പോലും തയ്യാറായത്. അമേരിക്കയുടെ സഹായത്താൽ ഒരു പരിധിവരെ റഷ്യക്കെതിരെ ചെറുത്തു നിൽക്കാൻ യുക്രൈന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷം സ്ഥിതി അപ്പാടെ മാറിയിരിക്കുകയാണ്. അമേരിക്ക പിന്നിലുണ്ടെന്ന ധൈര്യം സെലൻസ്കിക്കും നഷ്ടപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, റഷ്യ സെലൻസ്കിക്കെതിരെ എണ്ണിയാണ് യുദ്ധക്കുറ്റങ്ങൾ പുറത്തുവിട്ടത്. ഇതോടെ സെലൻസ്കിയുടെ പ്രതിഷ്ഠയ്ക്ക് വലിയ തോതിൽ മങ്ങലേൽക്കുകയും ചെയ്തു. അതിനിടെയാണ് നാറ്റോയുടെ ഭാഗത്തു നിന്നും അടുത്ത പണി വരുന്നത്. യുക്രൈനിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സെലൻസ്കിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികൾ നാറ്റോ അണിയറയിൽ ഒരുക്കുന്നതായി റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് സർവീസിന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായാണ് സെലൻസ്കിയെ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ കാണുന്നതെന്നും റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള സംഘർഷം മുതലെടുത്ത് 2022 ഏർപ്പെടുത്തിയ പട്ടാള നിയമം പിന്തുടർന്ന് അദ്ദേഹം അധികാരത്തിൽ തുടരുകയായിരുന്നു. പാശ്ചാത്യ നേതാക്കൾക്ക് സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിന് തടസ്സം നിൽക്കുന്നത് സെലൻസ്കി ആണെന്നുമാണ് അവർ ആരോപിക്കുന്നതെന്നാണ് റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നാറ്റോ പോലും അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞുവെന്നാണ് കരുതുന്നതെന്ന് SVRന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു. സെലൻസ്കിയെ താഴെയിറക്കാൻ നാറ്റോ ഒരു പ്രചാരണ പരിപാടി തന്നെ ആസൂത്രണം ചെയ്യുന്നതായാണ് വിവരം. അതിനുള്ള ആയുധങ്ങളൊക്കെ നാറ്റോ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് താനും. സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന $1.5 ബില്യൺ ഫണ്ട് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ സെലൻസ്കിയെ ബന്ധിപ്പിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാനാണ് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പദ്ധതിയിടുന്നതെന്നാണ് വിവരം. ഇതിനു പുറമെ സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ച 1,30,000 യുക്രൈനിയൻ സൈനികരുടെ ശമ്പളം വഴിതിരിച്ചുവിടാനുള്ള പദ്ധതികളും സെലൻസ്കിയുടെ ഭരണകൂടം നടത്തിയതായി റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഡീസൽ ഇന്ധനം വാങ്ങുന്നതിനുള്ള $400 മില്യൺ സഹായം സെലൻസ്കിയും സംഘവും തട്ടിയെടുത്തതായി അമേരിക്കൻ പത്രപ്രവർത്തക സെയ്മൂർ ഹെർഷിന്റെ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഫ്രിക്കയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്ത ആയുധങ്ങൾ നിയമവിരുദ്ധമായി വിറ്റതിലും സെലൻസ്കിക്ക് പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് യുക്രൈനുള്ള ഭാവി പാശ്ചാത്യ പിന്തുണ ഏറെ മുന്നേ തന്നെ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു. ഇപ്പോൾ യുദ്ധതലത്തിലെ സാഹചര്യം എന്തുതന്നെയായാലും യുക്രൈനെ ഒരു റഷ്യൻ വിരുദ്ധ അടിത്തറയായി നിലനിർത്തുക എന്നത് തന്നെയാണ് നാറ്റോയുടെ ലക്ഷ്യം. അതിപ്പോൾ യുക്രൈന്റെ അവസാനത്തിലാണെങ്കിൽ കൂടിയും. പക്ഷേ SVRന്റെ അവകാശവാദങ്ങളോട് നാറ്റോ ഉദ്യോഗസ്ഥരോ യുക്രൈനോ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അസോസിയേറ്റഡ് പ്രസുമായുള്ള തന്റെ സമീപകാല അഭിമുഖത്തിൽ റഷ്യ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്ന് സെലൻസ്കി ആരോപിച്ചിരുന്നു. കൂടാതെ ഏതെങ്കിലും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് പാശ്ചാത്യ സുരക്ഷാ ഉറപ്പുകൾ നൽകേണ്ടതിന്റെ ആവശ്യകതയെയും സെലൻസ്കി ഊന്നി പറഞ്ഞിരുന്നു. ഈ ഉറപ്പുകൾ നൽകുന്നതിന് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം നാറ്റോയിൽ യുക്രൈന്റെ അംഗത്വമായിരിക്കുമെന്നാണ് സെലൻസ്കി ഇപ്പോഴും വിശ്വസിക്കുന്നത്. ചർച്ചകൾക്കിടയിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ 2 ലക്ഷം പാശ്ചാത്യ സൈനികരെ യുക്രൈനിലേക്ക് വിന്യസിപ്പിക്കണമെന്ന സെലൻസ്കിയുടെ ആവശ്യവും നിലവിലുണ്ട്. ഇവയെല്ലാം തന്നെ സെലൻസ്കി നടത്തുന്നത് കടുത്ത വിലപേശലാണ് എന്നാണ് ആരോപണം. ഈ പിടിവാശികളെല്ലാം തന്നെ യുക്രൈനിന്റെ ഭാവിയിലും വിശാലമായ ഭൗമ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലും കാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നുറപ്പാണ്. ചില നിബന്ധനകളോടെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിക്കുന്ന സെലൻസ്കിയുടെ 2022 പ്രഖ്യാപനം ഒരു പ്രധാന തടസ്സമായി രാജ്യം ചൂണ്ടിക്കാട്ടി. ഇതോടെ സംഘർഷം മരവിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യുക്രൈനിന്റെ നാറ്റോ പ്രവേശനം അനുവദിക്കാനാവില്ലെന്നും റഷ്യൻ നേതൃത്വവും പ്രസ്താവിക്കുകയായിരുന്നു. അതേസമയം സെലൻസ്കി ഭരണകൂടത്തിന് ഇതുവരേക്കും ട്രംപിന്റെ ഭരണകൂടവുമായി ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുൻ യുക്രൈനിയൻ പ്രസിഡന്റ് പ്യോട്ടർ പൊറോഷെങ്കോ വിമർശിച്ചു. നയതന്ത്ര ബന്ധം തുടരുന്നതിനായി തന്റെ സംഘം അമേരിക്കയിലേക്ക് പോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നും മുൻ പ്രസിഡന്റ് പറയുന്നുണ്ട്.